ഗൈസ്, ഓവർ തിങ്കിങ്ങിന്റെ ഒരു മാരക വേർഷനിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ അത് ഓവർ തിങ്കിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, ഐ ഡു ഓവർ തിങ്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ റിലേറ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ലൈക്ക് ഐ എം നോട്ട് അബ് നോർമൽ എന്നുള്ളൊരു സംഭവം മനസ്സിലോട്ട് വരത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുക. ആ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര വലുതാ. ആവശ്യമുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയോ എപ്പോഴോ എങ്ങനെയോ സംഭവിച്ചൊരു കാര്യമായിക്കോട്ടെ. ഈവൻ ഞാൻ എൻ്റെ മുതുമുത്തശ്ശിയുടെ കാലത്ത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ കേട്ടിട്ട് അതാലോചിച്ച് ഞാനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഞാൻ കരയുന്നു ഗൈസ്. ആം ഐ മെന്റലി അബ്നോർമൽ? ലൈക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്. എൻ്റെ മുതുമുത്തശ്ശിമാര് ലൈക്ക് അവരൊക്കെ, ആ മുത്തശ്ശനും മുത്തിയമ്മയും പിന്നെ എൻ്റെ അമ്മമ്മയും, ഇവര് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് നെല്ലിയാമ്പതി മലയിലോട്ട് പോകും. ആ സമയത്ത് ദേ ഡോണ്ട് ഹാവ് വെഹിക്കിൾസ്, അവർക്കുള്ളത് കാൽനട മാത്രമാണ്. അപ്പൊ അവർ ഈ മാസങ്ങളോളം ട്രാവൽ ചെയ്തിട്ടാണ് നെല്ലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ തലയിൽ ചുമന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് വിറ്റിട്ട് ആ പൈസയും കൊണ്ട് ഇവർ നടന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്നൊരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് എന്തൊക്കെയോ വന്നു ഇവരുടെ ഫുഡ് ഐ മീൻ ഒന്നുമില്ല. ഇവര് മണ്ണിന്റെ കഷ്ണം എടുത്ത് അരയിൽ വെച്ചിട്ട് ഇതാണ് ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പക്ഷെ ലിറ്ററലി ഇത് ഹാപ്പൻ ചെയ്തൊരു സ്റ്റോറിയാണ്. അങ്ങനെ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാടത്ത് ആരെങ്ങാണ്ടൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന ചേച്ചിമാരെൻ്റെ അമ്മ